ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിൻ്റെ മാത്സ് ആണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. അപ്പോൾ 1ാം ക്ലാസ്സിലെ മാത്സിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാർട്ട് 2 ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ 10 ഡോൾസ് ആണ്, പാവകൾ അല്ലേ. ചാപ്റ്റർ 10 ഏതാ? ഡോൾസ്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മൾ ഈ ഡോൾസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആദ്യം പറയാം. നമ്മുടെ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡോൾസ്. സെബി ആൻഡ് ജോജി ആർ റിട്ടേണിംഗ് ഹോം ആഫ്റ്റർ സെല്ലിംഗ് ഡോൾസ്. അപ്പോൾ ഈ കാണുന്ന 2 പേരാണ്, അതായത് സോറി സെബി ആൻഡ് ജോജി. ആരാ സെബി ആൻഡ് ജോജി? ഈ ഉന്തുവണ്ടി പാവ തള്ളിയിട്ട് പോണ ഇവരാണ് സെബിയും ജോജിയും കേട്ടോ. ഇവര് പാവകൾ വിറ്റിട്ട് തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുകയാണ്. അപ്പോൾ അവർ പറയുന്നു, ടുഡേ സെയിൽ ഇസ് നോട്ട് ബാഡ്. ഇന്നത്തെ കച്ചവടം മോശമല്ല. യെസ്, ഹാഫ് ദ ഡോൾസ് സോൾഡ് ആൻഡ് 10 ഡോൾസ് ലെഫ്റ്റ്. അപ്പോൾ ഇയാൾ പറയാണ്, പകുതി പാവകൾ വിറ്റു, പകുതി ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ ഏതൊരു നമ്പറിന്റെ പകുതിയാണ് ഈ 10. അപ്പോൾ എന്തിന്റെ പകുതിയാണ് ഈ 10? 20ന്റെ പകുതിയല്ലേ 10? നോക്കൂ. അതെ. അപ്പോൾ ഹൗ മെനി ഡോൾസ് ഡിഡ് ദേ ബ്രിങ് ഫോർ സെയിൽ? അപ്പോൾ അവർ വിൽക്കാൻ വേണ്ടി എത്ര പാവകൾ കൊണ്ടുവന്നു? 20. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? നിങ്ങൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തത്? 10 + 10 20. അടുത്തത്, ജസ്റ്റ് 2 days ഫോർ പൂരം. പൂരത്തിന് ഇനി 2 ദിവസമേ ഉള്ളൂ. വി മസ്റ്റ് മേക്ക് മെനി ഡോൾസ്. നമുക്ക് ഒരുപാട് ഡോൾസ് ഉണ്ടാക്കണം. ക്യാൻ വി ഡു ഇറ്റ്? നമുക്ക് ചെയ്യാൻ പറ്റുമോ? വി വിൽ ഓൾസോ ഹെൽപ്പ്. അപ്പോൾ കുട്ടികൾ പറയണം, ഞങ്ങളും സഹായിക്കാം. സീ ദ നമ്പർ ഓഫ് ഡോൾസ് ദേ മെയ്ഡ് ഇൻ 2 days. അപ്പോൾ 2 ദിവസത്തിൽ അവർ എത്ര പാവകൾ ഉണ്ടാക്കി? ഫസ്റ്റ് ഡേ സെബി 12 ഡോൾ ഉണ്ടാക്കി, ജോജി 6 കേട്ടോ. സെബി 12, ജോജി 2. ഹൗ മെനി ഡോൾസ് ഡിഡ് ദേ മേക്ക് ഇൻ ഓൾ? മൊത്തത്തിൽ അവർ എത്ര എണ്ണം ഉണ്ടാക്കി എന്നാണ്. 12 + 6. അപ്പോൾ 12 + 6 നമ്മൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതാണ് കേട്ടോ. 12നെ 10 + 2 ആയിട്ട് എഴുതുക, +6. ദെൻ ഈ 6 + 2 8 ആയി. 10നെ അതേപോലെ ഇറക്കി എഴുതി. 10 + 8 എന്തെന്ന് വരും? 18. സെക്കൻഡ് ഡേ സെബി മെയ്ഡ് 7 ആൻഡ് ജോജി 11. ഹൗ മെനി ഡോൾസ് ഇൻ ഓൾ? 7 + 11 7. അപ്പോൾ നമ്മൾ ഈ 11നെ 10 + 1 ആക്കി എഴുതി. ദെൻ ഈ 7ഉം 1ഉം 8. 10 + 8 18. I did like this. 7 + 11 = 7 + 10 + 1. 17 + 1 18. How many dolls did Sebi make in 2 days? അപ്പോൾ സെബി 2 ദിവസത്തിൽ എത്ര ഡോൾസ് ഉണ്ടാക്കി? 12 + 7. സ്പ്ലിറ്റ് ചെയ്യൂ. 12നെ 10 + 2 ആക്കൂ, +7 എഴുതൂ. പിന്നെ 10നെ ഇറക്കി എഴുതുക. ഈ 2ഉം 7ഉം കൂടിയിട്ട് 2ഉം 7ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 9. അപ്പോൾ 10 + 9 19 വരും. ഓക്കെ. നെക്സ്റ്റ് ഉള്ളത്, ഹൗ മെനി ഡോൾസ് ഡിഡ് ജോജി മേക്ക് ഇൻ 2 days? 2 ദിവസത്തിലോ? 6. 11നെ സ്പ്ലിറ്റ് ചെയ്യുക, 10 + 1 ആക്കും. 10 എപ്പോഴും താഴെ ഇറക്കി എഴുതുക. ബാക്കി ആ 6 + 1 ചെയ്യുമ്പോൾ 7. ആൻസർ 17. ഓക്കെ. ദ റിമൈനിങ് 6 ഓഫ് ദ ഡോൾസ് സെബി മെയ്ഡ് വർ സോൾഡ്. അപ്പോൾ സെബി ഉണ്ടാക്കിയ 6 ഡോളുകൾ വിറ്റു, 6 പാവകളെ വിറ്റു. ആതിര ബോട്ട് 2 ആൻഡ് തോമസ് ബോട്ട് 4. ആതിര 2 എണ്ണം വാങ്ങിച്ചു, തോമസ് 4 എണ്ണവും വാങ്ങിച്ചു. അങ്ങനെ 6 എണ്ണവും വിറ്റു കേട്ടോ. അപ്പോൾ സെബി മൊത്തം എത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു? 12. 12 ആയിരുന്നു. അതിൽ 6 ആണ് സെയിലായി പോയത് കേട്ടോ. 12ൽ 6 എണ്ണം വിറ്റെങ്കിൽ ബാക്കി എത്രയാണ് ഉണ്ടാവുക? 6 ആയിരിക്കും ബാക്കി. Now we have subtracted 6 from 12. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. 12 ടോട്ടലാണ്. അതിൽ നിന്ന് 6 വിറ്റ് കഴിഞ്ഞാൽ ബാക്കി എത്രയാ? 6 ആൻസർ. 7 ഡോൾസ് ഓഫ് ദ 11 ഡോൾസ് ജോജി മെയ്ഡ് വർ സോൾഡ്. അപ്പോൾ ജോജി 11 ഡോൾ ഉണ്ടാക്കിയതിൽ 7 എണ്ണം വിറ്റു. അപ്പോൾ 11 - 7 ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 ആൻസർ ആയിട്ട് വരും കേട്ടോ. നെക്സ്റ്റ്, ആഫ്റ്റർ ദി സെയിലാണ്.
ആഫ്റ്റർ ദി സെയിൽ നോക്കാം. 14 ഡോൾസ് ഓഫ് ദ 19 സെബി മെയ്ഡ് വർ സോൾഡ്. അപ്പോൾ 19 സെബി ഉണ്ടാക്കിയതിൽ 14 വിറ്റു. ആൻഡ് 15 ഡോൾസ് ഓഫ് 17 ജോജി മെയ്ഡ്. ജോജി ഉണ്ടാക്കിയ 17 എണ്ണത്തിൽ 15 വിറ്റു. ഹൗ മെനി ഡോൾസ് ആർ ലെഫ്റ്റ് വിത്ത് ഈച്ച്. അപ്പോൾ എത്ര ഡോൾസ് ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഡോൾ സെബി മെയ്ഡ്. സെബി എത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്? 19. 19 എത്ര വിറ്റു? 14 അല്ലേ? ഡോൾസ് ലെഫ്റ്റ്. ഇനി 19 14 പോയാൽ ബാക്കി 5. ഡോൾസ് ജോജി മെയ്ഡ്. ജോജി എത്ര എണ്ണം ഉണ്ടാക്കി? ജോജി 17 ഉണ്ടാക്കി, അതിൽ 15 വിറ്റു. ഡോൾസ് എത്ര എണ്ണം ബാക്കി? 17 15 പോയാൽ 2. ഹൗ മെനി ഡോൾസ് ആർ ലെഫ്റ്റ് വിത്ത് ബോത്ത് ഓഫ് ദം ടുഗെദർ. 2 പേരുടെ കയ്യിലും എത്ര എണ്ണം ബാക്കിയുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡോൾസ് സെബി ഉണ്ടാക്കിയതിൽ 5 എണ്ണവും അതുപോലെ തന്നെ ജോജി ഉണ്ടാക്കിയതിൽ 2 എണ്ണവും ബാക്കി വന്നു അല്ലേ. അപ്പൊ നമുക്ക് ആ 5ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്തെന്ന് വരും? 7 ആൻസർ വരും. ടോട്ടൽ ലെഫ്റ്റ് 7 ആണ് കേട്ടോ. എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. Next, number of dolls ആണ്. Have you seen the number of dolls Sebi and Joji made? Sebi first day 12, second day 7, Joji first day 6, second day 11. അപ്പം ഇനി നമുക്ക് നോക്കാം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് മാർക്ക് ദി കറക്റ്റ് വൺസ് വിത്ത്. അപ്പം ഇതിൽ കറക്റ്റായിട്ട് താഴെ നിങ്ങൾക്ക് 1 2 3 4 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയതിന് ടിക്കും ശരിയായതിന് തെറ്റായതിന് തെറ്റുവിടുക കേട്ടോ. ജോജി മെയ്ഡ് 6 more dolls than സെബി ദ ഫസ്റ്റ് ഡേ. എന്താ പറയണത്? ജോജി എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യത്തെ ദിവസം സെബീനെക്കാളും 6 ഡോൾസ് കൂടുതൽ ഉണ്ടാക്കി. അത് തെറ്റാണ്. നമ്പർ ഓഫ് ഡോൾസ് ജോജി മെയ്ഡ് ഇൻ 2 days. ജോജി 2 ദിവസം ഉണ്ടാക്കിയ ഡോൾ ഈസ് 3 less than 20. 20ലേക്കാളും 3 കുറവാണെന്നാണ്. അത് ശരിയാണ്. ജോജി മെയ്ഡ് മോർ ഡോൾസ് ഇൻ 2 days. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഡോൾ ഉണ്ടാക്കിയത് ജോജിയാണെന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല, തെറ്റാണ്. സെബിയാണ് കേട്ടോ. നമ്പർ ഓഫ് ഡോൾസ് സെബി മെയ്ഡ് ദ ഫസ്റ്റ് ഡേ ഈസ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഡോൾസ് ഷീ മെയ്ഡ് ദ സെക്കൻഡ് ഡേ. സെബി ഫസ്റ്റ് ഉണ്ടാക്കിയത് കുറവാണ് സെക്കൻഡ് ഡേനെക്കാളും. അതും തെറ്റാണ്. സെബി ആൻഡ് ജോജി മെയ്ഡ് ദ സെയിം നമ്പർ ഓഫ് ഡോൾസ് ഇൻ 2 days. സെബിയും ജോജിയും 2 ദിവസവും ഒരേ എണ്ണമാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നു. അത് തെറ്റാണ്. ലെറ്റസ് മേക്ക് എ ഷർട്ട്. നമുക്കൊരു ഷർട്ട് ഉണ്ടാക്കാം. ലെറ്റ് സീ ദ ഷർട്ട് സെബി ആൻഡ് ജോജി മെയ്ഡ്. സെബിയും ജോജിയും കൂടി ഉണ്ടാക്കിയ ഷർട്ടാണത്. ഡ്രോ ദ സെയിം പാറ്റേൺ ദ റൈറ്റ് മേക്ക് ഇറ്റ് പ്രിറ്റിയർ. അപ്പോൾ ഒരേ പാറ്റേണിൽ വേണം നിങ്ങൾ ഇപ്പുറത്തും വരയ്ക്കാൻ. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരിക? അത് ഇവിടെ ഒരു റൗണ്ട് വരുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായി വരച്ചോളൂ കേട്ടോ. എനിക്കിതിൽ വരയ്ക്കാൻ ലിമിറ്റേഷൻ ഉണ്ട്, കറക്റ്റായി വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. എങ്ങനെ വരിക എന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഷേപ്പുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലെ വരയ്ക്കുക കേട്ടോ. ലെറ്റസ് റൈറ്റ് ദ പ്രൈസസ് ആണ്. ഇനി ഇവരുണ്ടാക്കിയ പാവകൾക്ക് ഇവർ പ്രൈസ് ഇടണം, വില ഒട്ടിക്കുകയാണ് കേട്ടോ. സ്റ്റിക്കറിൽ വില എഴുതിയിട്ട് വി വിൽ പേസ്റ്റ് ദി പ്രൈസ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ പ്രൈസ് സ്റ്റിക്കേഴ്സ് പേസ്റ്റ് ചെയ്യാൻ പോകണം. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പ്രൈസ്? തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രൈസ് ഏതാണ്? 90 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 90 എഴുതി. അറേഞ്ച് ദീസ് പ്രൈസസ് ഫ്രം ദ ലോവസ്റ്റ് ടു ദ ഹയസ്റ്റ് ഇൻ ഓർഡർ. ലോവസ്റ്റിൽ നിന്ന് ഹയസ്റ്റിലേക്ക് എഴുതാനാണ്. ആദ്യം 20 ചെറുത് കേട്ടോ, 20. അതുപോലെ തന്നെ 40, നെക്സ്റ്റ് വരുന്നത് 50, 59, 75, 85, 90.
സോനു ഹാസ് എ 50 rupee നോട്ട് ആൻഡ് എ 10 rupee നോട്ട്. സോനുവിൻ്റെ കയ്യിൽ ഒരു 50 രൂപ നോട്ടും ഒരു 10 രൂപയുടെ നോട്ടും ഉണ്ട്. ഡോൾസ് ഓഫ് വാട്ട് ഓൾ പ്രൈസസ് ക്യാൻ ഹി ബൈ? അപ്പൊ 50ഉം 10ഉം കൊണ്ട് എത്ര രൂപ വരെ വാങ്ങാം? 60 രൂപ വരെ ഉള്ളത് വാങ്ങിക്കാം അല്ലെ. അപ്പൊ 40 രൂപയുടെ 20 രൂപയുടെയും വാങ്ങാലോ. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? 50 + 10 60, 40 + 20 60. അപ്പോൾ ഈ 60 രൂപ വരുന്നത് നമുക്ക് എഴുതാവുന്നതാണ്. ക്യാൻ സോനു ബൈ 2 ഡോൾസ്? സോനുവിന് 2 ഡോൾ വാങ്ങാൻ പറ്റുമോ? യെസ്, സോനു ക്യാൻ ബൈ 2 ഡോൾസ്. ഇനി ലെറ്റ് us stack the boxes ആണ്. ലുക്ക് അറ്റ് ദ ബോക്സസ് ഓഫ് ഡോൾസ് സ്റ്റാക്ക്ഡ് ഇൻ 2 piles. അപ്പോൾ 2 പെട്ടിയിലായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. 2 പൈൽസ് കെട്ട് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ് ആദ്യത്തതിൽ 10ഉം രണ്ടാമത്തതിൽ 8ഉം ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര വരും? 18, 18. സി ദ ബോക്സസ് സ്റ്റാക്ക്ഡ് അനദർ വേ. അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് രണ്ടാമത്തെ നോക്കൂ. മൊത്തം 18 ആണ് കേട്ടോ. ഇത് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അപ്പൊ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആദ്യം 10ഉം 8ഉം നമ്മൾ പറഞ്ഞു അല്ലേ. അതേപോലെ 12ഉം 16ഉം ചെയ്താലും 18 ആണ്. 11 7 ചെയ്താലും 13 5 ചെയ്താലും 14 4 ചെയ്താലും 15 3 16 + 2 17 + 1 എല്ലാം 18 ആണ്. ഡിയർ ബൈ 2 റോൾസ് ഓഫ് ത്രെഡ് ആൻഡ് എ നീഡിൽ. അപ്പോൾ എന്തൊക്കെയാ വാങ്ങാൻ പറയണത്? 2 റോള് ത്രെഡ്, നമ്മൾ നൂലുണ്ടാവില്ലേ, 2 കെട്ട് നൂലും ഒരു നീഡിലും വാങ്ങാൻ പറയുന്നു. ഒരു റോള് ത്രെഡിന് 10 രൂപയും ഒരു നീഡിലിന് 5 രൂപയുമാണ്. ഐ വാണ്ട് 1 റോൾ ഓഫ് ത്രെഡ് ആൻഡ് 2 നീഡിൽസ്. അപ്പോൾ ഇവിടെ പോയിട്ട് ഒരു റോള് ത്രെഡും 2 നീഡിലും വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഒരു റോള് ത്രെഡ് എന്ന് പറഞ്ഞാൽ 10 രൂപയും 2 നീഡിൽ പറഞ്ഞാൽ 5ഉം 5ഉം 10 അല്ലേ. അപ്പോൾ ടോട്ടൽ 20 ആയി ഇവിടെ. Oh, made a mistake. Will I get 2 needles for the price of 1 roll of thread? Which cost more? 2 needles and 1 roll. 2 നീഡിലും ഒരു റോളും വാങ്ങുന്നതാണോ, ഒരു നീഡിലും 2 റോളും വാങ്ങുന്നതാണോ ഏറ്റവും കൂടുതൽ പൈസ ആവുക? നമുക്ക് നോക്കാം. അപ്പൊ 2 നീഡിലും ഒരു റോളും കൂടിയിട്ട് 2 നീഡിലിന് 5 + 5 10 rupees. ഒരു റോളിന് 10 രൂപ. ടോട്ടൽ എത്ര വരും? 20 rupees. ഇനി ഒരു നീഡിലും 2 റോളും, ഒരു നീഡിലിന് 5 rupees. 2 റോൾ ഓഫ് ത്രെഡിന് 20 rupees. അപ്പോൾ ടോട്ടൽ ഇവിടെ 25 വരും അല്ലേ. അപ്പം ഏതിനാ പൈസ കൂടുക? ഇതിന് തന്നെ അല്ലേ. ഒരു നീഡിലും 2 റോൾ ഓഫ് ത്രെഡും വാങ്ങുന്നതിനാണ് പൈസ കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരിക. റൈറ്റ് ദ പ്രൈസസ് ഇൻ ഓർഡർ. ഇനി തന്നിരിക്കുന്ന പ്രൈസസ് ഓർഡറിൽ എഴുതുക. വാട്ട് ഇസ് ദ ഹയസ്റ്റ് പ്രൈസ്? തന്നിരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? 92. ലോവസ്റ്റ് ഏതാണ്? 25. റൈറ്റ് ദ പ്രൈസസ് ഫ്രം ദ ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ്. അപ്പോൾ ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതൂ. 25 വലുതിൽ നിന്നാണ്. അപ്പം 92 ഏറ്റവും വലിയ നമ്പർ. അതിനുശേഷം 85 70 53 38 25. അടുത്തത് ക്ലോക്ക് മാത്ത് ആണ്. റൈറ്റ് നമ്പേഴ്സ് ഇൻ ബ്ലാങ്ക് ബോക്സസ്. ഓർഡറിൽ തന്നെയാണ്. നമുക്ക് 5യുടെ ടേബിൾ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ഓർഡറിൽ എഴുതുക. 5 തുടങ്ങിയിട്ട് 5 10 15 കഴിഞ്ഞ് 20 25 30 35 40 45 50 55. How many dolls? എത്ര പാവകൾ? On Sunday, grandma, grandpa and mom made some dolls. ഗ്രാൻഡ്മയും ഗ്രാൻഡ്പയും അമ്മയും എല്ലാം കൂടിയിട്ട് കുറച്ച് പാവകൾ ഉണ്ടാക്കി. സീ ദ നമ്പർ ഓഫ് ഡോൾസ് ദേ മേഡ്. അവരുണ്ടാക്കിയ നമ്പർ ഓഫ് ഡോൾസ് നോക്കൂ. ഗ്രാൻഡ്പ 4, ഗ്രാൻഡ്മ 8, മോം 6. ഹൗ മെനി ഡോൾസ് ഡിഡ് ദേ മേക്ക് ഓൾ ടുഗെദർ? എല്ലാവരും കൂടി എത്ര എണ്ണം ഉണ്ടാക്കി? 4 8 6. ഇത് നിങ്ങൾക്ക് കൂട്ടാൻ അറിയോ, ആഡ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ്. 6 4 10 18. നമുക്ക് മൈൻഡ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് ഈസിയാണ്. ഇല്ലെങ്കിൽ ഫിംഗേഴ്സ് എടുത്തിട്ട് നിങ്ങൾ കൂട്ടി നോക്കിയാലും മതി കേട്ടോ. ആദ്യം 6 ഫിംഗേഴ്സ് എടുക്കുക, 4 കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് 10 കിട്ടും. എന്നിട്ട് പിന്നീട് 8 എടുക്കുക, 8 ഫിംഗേഴ്സ് കയ്യിലെടുക്കുക. 10 കഴിഞ്ഞിട്ട് 11 12 അങ്ങനെ 8-ലെത്തുമ്പോൾ 18 കിട്ടും. 3 of the dolls they made were sold on Monday. അവരുണ്ടാക്കിയ 18 ഡോൾസിൽ നിന്ന് 3 ഡോളുകൾ അവർ മൺഡേ വിറ്റു. അപ്പൊ എത്ര എണ്ണം പോയി? 18 3 പോയിട്ടോ. അപ്പൊ ബാക്കി എത്രയുള്ളൂ? ഇപ്പോ 15 15 ഉള്ളൂ. ആൻഡ് 4 were sold on Tuesday. 4 എണ്ണം ചൊവ്വാഴ്ചയും വിറ്റു. അപ്പൊ 11 അല്ലേ. അപ്പൊ ഇനിയിപ്പോ ബാക്കി 11 ഡോൾസ് ഉണ്ടായിരിക്കും. Who wins
ദി പ്രൈസ്. ആരാണ് ഈ പ്രൈസ് വിജയിക്കുക? ഡു യു വാണ്ട് ദ പ്രൈസ് ഇൻ ദ ബോക്സ്? റീഡ് ദ ഫോളോയിങ് ആൻഡ് ഫൈൻഡ് ദ നമ്പർ. നമുക്ക് വായിച്ചിട്ട് ആ നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കണം. നമ്പർ 6നും 19നും ഇടയിലാണ്. അപ്പം നമ്മൾ 6 കഴിഞ്ഞുള്ള നമ്പറുകൾ എഴുതുക. 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. ഇറ്റ് ഇസ് എ 2 ഡിജിറ്റ് നമ്പർ. അതൊരു 2 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പം നമ്മൾ ഒരു ഡിജിറ്റ് ഒക്കെ കട്ട് ചെയ്ത് കളയൂ. കണ്ടോ? കട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ബിറ്റ്വീൻ 15 ആൻഡ് 19. 15നും 19നും ഇടയ്ക്കാണ്. അപ്പം നമ്പർ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയുക. ഏതാ വരിക? 16നും 17, 18 എടുത്ത് എഴുതുക. ഇഫ് യു റിമൂവ് ദ ലാർജസ്റ്റ് നമ്പർ ലെഫ്റ്റ്, വാട്ട് ആർ ദ അതർ നമ്പേഴ്സ്? ഇനി ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാ? 16നും 17നും 18നും. അതിൽ 18 നിർത്തിയിട്ട് ബാക്കി രണ്ടും കട്ട് ചെയ്തോളൂ. 18 കട്ട് ചെയ്ത് കളയൂ. 16നും 17നും എടുത്ത് എഴുതാം. ഇറ്റ് ഇസ് നോട്ട് ദ സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ചെറിയ നമ്പർ അല്ല. അപ്പോൾ ചെറിയ നമ്പറും കട്ട് ചെയ്ത് കളയാം. അപ്പം നമുക്കിപ്പോൾ ആൻസർ കിട്ടിയ ആരാണ്? 17. ഇനി കാർഡ് ഗെയിം ആണ്. ചൂസ് 2, 3 or 4 കാർഡ്സ്. ടോട്ടൽ ഷുഡ് ബി 20. നമുക്ക് 2, 3, 4 കാർഡുകൾ ചൂസ് ചെയ്യാം. നമ്മൾ ഇതിൽ ഏത് നമ്പർ വേണമെങ്കിലും എടുത്ത് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ആൻസർ എന്ത് വരണം? 20 അല്ലേ? അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം 10 + 10 20 ആണ് നമുക്ക് അറിയാം. പക്ഷെ അത് ഇവിടെ 2 എണ്ണം ഇല്ല എടുക്കാൻ. നമുക്ക് 16നും 4 എടുക്കാം. അപ്പോൾ 20 കിട്ടും. 12 + 5 + 2 + 1 ചെയ്യൂ, 20 കിട്ടും. 13 + 6 + 1 ചെയ്യൂ, അപ്പോഴും 20 കിട്ടും. അരവിന്ദ് ഗോട്ട് 20 ഫ്രം 3 കാർഡ്സ്. അപ്പോൾ അരവിന്ദിന് 3 കാർഡ് എടുത്തപ്പോൾ 20 ആയി. ഏതൊക്കെയാണ് ആ നമ്പറുകൾ? 14 + 4 + 2. ലൈല ഗോട്ട് 12 ഫ്രം 4 കാർഡ്സ്. ലൈലയ്ക്ക് 4 കാർഡുകൾ എടുത്തപ്പോൾ 12 കിട്ടി. ഏതൊക്കെയാണ് കാർഡ്സ്? 5 + 4 + 2 + 1, 12. സോനു took 2 cards and he got 17. സോനു 2 കാർഡ് എടുത്തു, 17 കിട്ടി. What are the cards? 14 + 3, 17. To get 15 from 3 cards, what card should we choose? 3 കാർഡ്സിൽ നിന്ന് 15 കിട്ടണമെങ്കിൽ ഏതൊക്കെ കാർഡ്സാണ് ചൂസ് ചെയ്യേണ്ടത്? 12 + 2 + 1, 15. വിനിത took 3 cards for the prize. What other card should she take? 13 + 4 + 1, 17 + 5. നമുക്ക് അവിടെ 18 കിട്ടുന്നു. +2 ചെയ്യുക. അപ്പം നമുക്ക് ആൻസർ വരും. അവിടെ 2 ആണ് വരിക കേട്ടോ, 20. അടുത്ത ലൈം ജ്യൂസ് ആണ്. ബിഗ് ഗ്ലാസ്, വലിയ ഗ്ലാസ് ലൈം ജ്യൂസിന് 10 rupees ആണ്. ചെറിയ ഗ്ലാസ്സിന് 5 rupees. 2 children drank 2 small glasses of lime and the elder sister drank 1 big glass. How much should they pay in all? അപ്പം എന്താ പറയണ? രണ്ട് കുട്ടികൾ 2 സ്മോൾ ഗ്ലാസ്സസ് കുടിച്ചു. അപ്പോൾ 5 + 5 ആയി അല്ല? അവിടെ ഒരാൾ വലിയ ഗ്ലാസ്സും കുടിച്ചു. അപ്പോൾ 5 + 5 10 + 10 20, 20 രൂപ കൊടുക്കണം. പക്ഷേ പ്രൈസ് ഓഫ് 1 ബിഗ് ഗ്ലാസ് ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10 എഴുതുക. പ്രൈസ് ഓഫ് 2 സ്മോൾ ഗ്ലാസ്സസ് 5 + 5 10 എഴുതുക. ടോട്ടൽ പ്രൈസ് നമ്മൾ ഇവിടെയാണ് കാണിക്കേണ്ടത് കേട്ടോ. ടോട്ടൽ പ്രൈസ് ഓഫ് ലൈം ജ്യൂസ് എന്ത് വരും? ഈ 10നും കൂടി ആഡ് ചെയ്യുക, കൂട്ടുക. അപ്പം നമുക്ക് 20 കിട്ടും. അടുത്തത് പ്രൈസ് ഓഫ് ഓറഞ്ച്. ദ പ്രൈസ് ഓഫ് 1 orange ഈസ് 9 rupees. ഓരോ ഓറഞ്ചിന്റെ പൈസ എത്രയാ? പ്രൈസ് എത്രയാ? വില 9 രൂപ. ഇഫ് യു ബൈ 2 oranges, അപ്പം നമ്മൾ 2 ഓറഞ്ച് വാങ്ങിയാൽ ഒരു 9, വീണ്ടും ഒരു 9, എന്ത് വരും? 18, 18. ഇഫ് 2 10 rupee coins are given, 2 10 രൂപയുടെ കോയിനാണ് കൊടുക്കുന്നത്. 20 രൂപയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എത്ര രൂപ ബാക്കി കിട്ടും? 18 രൂപയല്ലേ ഓറഞ്ചിന്. അപ്പോൾ 20 rupees കൊടുത്തു, 18 rupees ആയാൽ ബാക്കി നമുക്ക് 2 rupees കിട്ടും. What did the doll say? Write the answer. 2, 4, 6, 8, 10, 12, 14. What is the next number? What is the largest 1-digit number? Largest 1-digit number 9. What is the number between 15 and 17? 15നും 17നും ഇടയ്ക്കുള്ള നമ്പർ ഏതാ? 15, 16 അല്ലേ? What number is 2 more than 18? 18നേക്കാൾ 2 കൂടുതൽ. 18 കഴിഞ്ഞാൽ 19, 20, 20.
വാട്ട് ഡു വി ഗെറ്റ് ഇഫ് വി ആഡ് 7 and 6? 7ഉം 6ഉം കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങൾ 7 ഫിംഗേഴ്സ് എടുക്കൂ, 6 കഴിഞ്ഞിട്ട് നിങ്ങൾ എണ്ണൂ, 7, 8, 9, 10 പറഞ്ഞിട്ട് എണ്ണി നോക്കൂ. അപ്പം നിങ്ങൾക്ക് 13 കിട്ടും. വാട്ട് നമ്പർ ഇഫ് 1 more than 89? 89 കഴിഞ്ഞ് ഏതാ വരിക? 90. വാട്ട് നമ്പർ ഈസ് 15 less than 45? 15 less than 45, 45 നിന്ന് 15 മൈനസ് ചെയ്യൂ, 30. വാട്ട് നമ്പർ ഇസ് 19 more than the sum of 50 and 30? അതായത് 50യുടെയും 30യുടെയും സമ്മ ആദ്യം കാണണം കേട്ടോ. 50 + 30 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 80 വരും. അതിനേക്കാൾ 19 കൂടുതലാണെന്ന് പറഞ്ഞാൽ 99 ആൻസർ വരും കേട്ടോ. നിങ്ങൾക്ക് അഡീഷനൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എഴുതുക കേട്ടോ. കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. വാട്ട് നമ്പർ ഇസ് 10 less than 59? 59ൽ നിന്ന് 10 മൈനസ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? 49 എന്ന് വരും. Now my questions to the doll. ഇനി നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കൂ. വാട്ട് നമ്പർ ഇസ് 5 less than 20? Let us join together and sing. Please sing a song. 10 little kittens playing with a ball. 10 little kittens കളിക്കുന്നു. 2 of them left and then 4 more. How many are now? ആദ്യം 2 എണ്ണം പോയി, അപ്പം 8. പിന്നെ 8 എണ്ണത്തിൽ നിന്ന് വീണ്ടും 4 പേര് പോയി, അപ്പം 4. ഓക്കെ. നമ്പർ മാജിക്. 17 ഫ്ലവേഴ്സ് ഇൻ 1 ബാസ്ക്കറ്റ്. 17 ഫ്ലവേഴ്സ് ഉണ്ട് ഒരു ബാസ്ക്കറ്റിൽ. ജാൻവി അതിൽ നിന്ന് 3 എണ്ണം എടുത്തു. ബാക്കി എത്രയാ? 14. ലിസി പുട്ട് 4 ന്യൂ ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ്. അപ്പൊ ലിസി എന്ത് ചെയ്തു? 4 ഫ്ലവേഴ്സ് അതിൽ വീണ്ടും കൊണ്ടിട്ടു. ഹൗ മെനി ഫ്ലവേഴ്സ്? അപ്പോ 14 ഉണ്ട്, 4 വീട്ടു ഇട്ട 18 കേട്ടോ. രാജ് took 1 flower from the basket. 18ൽ നിന്ന് ആരൊന്ന് എടുത്തു? രാജ് ഒന്ന് എടുത്തു അല്ലേ? അപ്പൊ 17 ആയില്ലേ? 17. ഡു യു നോ ഹൗ ഐ ഫൈൻഡ് ഇറ്റ്? took 3 and put in 4. അപ്പൊ ഇത് ഈ കുട്ടി കണ്ടുപിടിച്ച മെത്തേഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. മാംഗോ മാത്ത് ആണ് അടുത്തത്. 15 mangoes in a bag. ഒരു ബാഗിൽ 15 മാങ്ങ ഉണ്ടായിരുന്നു. 15ൽ 3 എണ്ണം സുഹറ എടുത്തു. അപ്പോൾ 12. 12 ആൻസർ വരും. ലിസി അതിൽ നിന്ന് 2 എണ്ണം എടുത്തു. അപ്പൊ 10 വരും. ഹൗ മെനി ആർ ലെഫ്റ്റ് ഇൻ ദ ബാഗ്? അപ്പോൾ ഇതിൽ എത്ര എണ്ണം ലെഫ്റ്റ് ചെയ്യും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 15 മാംഗോസ് ഉണ്ട്. സുഹറ എന്ത് ചെയ്തു? 15 എണ്ണത്തിൽ ആദ്യം 3 എണ്ണം സുഹറ എടുത്തു. 15ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 12. ലിസി അതിൽ നിന്ന് എത്ര എണ്ണം എടുത്തു? 12 മൈനസ് 2 ചെയ്യുക, 10 അല്ലേ? ഹൗ മെനി ആർ ലെഫ്റ്റ് ഇൻ ദ ബാഗ്? 10 ആണ് ബാക്കി വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.